നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പിന്നെ അവസാന കാലത്ത് എനിക്ക് കർമ്മം ചെയ്യാൻ ഒരു സന്തതി വേണമെന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല. വല്ല കാശിയിലോ രാമേശ്വരത്തോ പോയി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഞാൻ സ്വയം പിണ്ടം സമർപ്പിച്ചോളാം. എനിക്ക് വേണ്ടി ഞാൻ ബലിയിട്ടാലും ആത്മാവിന് മോശം കിട്ടും. ആതിരയ്ക്കും അർച്ചനയ്ക്കും കുട്ടികളായി. ഒരു കുഞ്ഞിന്റെ അമ്മയാവാൻ അവൾക്കും വലിയ ആഗ്രഹമുണ്ട്. അത് മനസ്സിലാക്കേണ്ടത് നീയാ. ഒരു കുഞ്ഞിന്റെ അച്ഛനാവാനുള്ള മാനസികമായ തയ്യാറെടുപ്പിലല്ല ഞാനിപ്പോ. എടാ, ഒരു കുഞ്ഞെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സമ്മാനം, നമ്മുടെ ജീവിതത്തിന്റെ തുടർച്ചയാ. മക്കളില്ലാതെ ജീവിക്കേണ്ടി വരുന്ന അച്ഛനമ്മമാരുടെയൊക്കെ ജീവിതം അവസാന കാലത്ത് നരകതുല്യമായിരിക്കും. നിനക്കും അവന്തിയയ്ക്കും ഇടയിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല. ഞാനത് അന്വേഷിച്ചിട്ടുമില്ല. പക്ഷേ എത്രയും വേഗം അതെല്ലാം പറഞ്ഞ് പരിഹരിക്കണം. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി ആ ഡോക്ടറെ കാണണം. എനിക്കത് ഒന്നുകൂടി ഒന്ന് ആലോചിക്കണം. ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം. അവളെ ഒഴിവാക്കി ജീവിക്കാമെന്ന് നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു ധാരണ ഉണ്ടെങ്കിൽ അത് നടക്കില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവൾ ഈ വീടിന്റെ മരുമകൾ തന്നെയായിരിക്കും. ഇനി ഒരിക്കൽ കൂടി നീ കാരണം അവൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഇടവരരുത്. വന്നാൽ ഞാൻ ചിലപ്പോ കഠിനമായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുത്തെന്ന് വരും. അച്ഛൻ്റെ തീരുമാനം എന്തായാലും ഞാനത് അനുസരിക്കും. പക്ഷേ ഇനിയെങ്കിലും എനിക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കണം. അതുമാത്രം ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതിന് തടസ്സം നിൽക്കുന്നത് എന്തായാലും ഞാനത് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക തന്നെ ചെയ്യും. ഇങ്ങോട്ട് കിട്ടാത്ത സ്നേഹവും ബഹുമാനവും ആർക്കും തിരിച്ചു കൊടുക്കാൻ ഇനി ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ഒരു കുട്ടിയുണ്ടാവുന്നത് മാത്രമല്ലല്ലോ ജീവിതം. അതിനേക്കാളേറെ വലുത് ജീവിച്ചിരിക്കുന്ന കാലത്തെ മനുഷ്യന് സന്തോഷമല്ലേ. കുഞ്ഞുങ്ങളില്ലാതെ ഒരുപാട് പേര് ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടല്ലോ അച്ഛാ. ഞാനും അതുപോലെ ഒരാളാണെന്ന് കരുതിയാൽ മതി. പിന്നെ അവസാന കാലത്ത് എനിക്ക് കർമ്മം ചെയ്യാൻ ഒരു സന്തതി വേണമെന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല. വല്ല കാശിയിലോ രാമേശ്വരത്തോ പോയി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഞാൻ സ്വയം പിണ്ടം സമർപ്പിച്ചോളാം. എനിക്ക് വേണ്ടി ഞാൻ ബലിയിട്ടാലും ആത്മാവിന് മോശം കിട്ടും. നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ 3rd സ്റ്റെപ്പും സക്സസ് ആണ്. ടെസ്റ്റ് റിസൾട്ടുകളെല്ലാം 100% പോസിറ്റീവാണ്. സച്ചേട്ടാ, ഒരു പ്രഗ്നൻസിയെ റിസീവ് ചെയ്യാൻ അർച്ചനയുടെ യൂട്രസ് ഇപ്പോൾ ഓക്കെയാണ്. ഇനി ഓവുലേഷൻ പീരീഡ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ ഭക്ഷണത്തിന്റെയും വ്യായാമത്തിന്റെയും കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. എന്തായാലും പ്രഗ്നൻസി ഉടൻ തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. പ്രഗ്നന്റ് ആവുമ്പോ താൻ കൂടുതൽ ശ്രദ്ധിക്കണം. പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ ഡെലിവറി വരെ എന്ത് കാര്യവും ഞാൻ പറയുന്നത് പോലെ ചെയ്യാവൂ. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എന്നോട് ചോദിക്കാതെ എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്യുകയോ എന്തെങ്കിലും മെഡിസിൻ കഴിക്കുകയോ ഒന്നും ചെയ്യരുത്. ഇല്ല ഡോക്ടർ. ചിലപ്പോ ആദ്യത്തെ 3 months ബെഡ് റെസ്റ്റ് വേണ്ടി വരും. ഇതെല്ലാം ഞാൻ പറയുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട് ഡോക്ടർ. ശരി, ഇനി 1 മാസം കഴിഞ്ഞ് വന്നാ മതി. ശരി ഡോക്ടർ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കരുത്. ഇല്ല. ശരി. മോളെവിടെ? അവളാ നഖയുടെ അടുത്ത. ഓ, ആ, അല്ല, താൻ കുളിക്കുന്നില്ലേ? എന്തെങ്ങനെ നോക്കുന്നേ? അല്ല, പതിവില്ലാത്ത ചില അന്വേഷണങ്ങളൊക്കെ വന്നോണ്ട് നോക്കിയതാ. പതിവില്ലാത്തതോ? രാത്രി മേല് കഴുകാതെ താൻ കിടക്കാറില്ലല്ലോ. അതല്ലല്ലോ, ഇന്നത്തെ ചോദ്യത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. എന്ത് പ്രത്യേകത?
ചേടാ, മേല് കഴിയുന്നില്ലെന്ന് ചോദിച്ചാണോ ഇത്ര വലിയ പ്രശ്നം? പ്രശ്നം അതല്ല, ആ ചോദ്യത്തിന് പിന്നിലെ ഉദ്ദേശം എന്താണെന്നാ എനിക്ക് അറിയണ്ടേ. സത്യം പറ സച്ചേട്ടാ, എന്താ കാര്യം? ആ? കാര്യം തനിക്കറിയില്ലേ? ഇത് അത്ര നല്ല ഉദ്ദേശമല്ലാന്ന് എനിക്ക് മനസ്സിലായി. കാര്യം പറ മോനെ. അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല. ഞാൻ തനിക്കൊരു ഗിഫ്റ്റ് തരാന്ന് വിചാരിച്ചു. ഗിഫ്റ്റോ? എന്ത് ഗിഫ്റ്റ്? അതൊക്കെ ഉണ്ട്. ഇപ്പൊ വരാ. എന്താ ഇത്? ഇതാണ് ആ ഡോക്ടർ പറഞ്ഞ സാധനം. എന്ത്? ആ, ചാർട്ട്. ചാർട്ടോ? ഈ ഓവുലേഷൻ പീരീഡിന്റെ. എന്റെ പൊന്ന് സച്ചേട്ടാ, ഇത് എവിടുന്നാ കിട്ടിയേ? ഇതെന്റെ ഫ്രണ്ട് സുധീഷ് തന്നതാ. അയ്യേ, എന്തൊരു നാണക്കേടാ. നിങ്ങൾ ഫ്രണ്ട്സ് തമ്മിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കോ? പിന്നെ സംസാരിക്കാതെ? ഞങ്ങൾ ആണുങ്ങൾ തമ്മിൽ എല്ലാം സംസാരിക്കും. പക്ഷേ ഇത് ഞാൻ ചോദിച്ചിട്ട് തന്നെയൊന്നുമല്ല. നമ്മള് ആ ഡോക്ടറെ അടുത്ത് പോയാലും ഞാൻ അവനോട് പറഞ്ഞിരുന്നു. അപ്പോഴാണ് ഇത് അയച്ചത്. നാണക്കേട്. എടോ, ഇക്കാലത്ത് ഇതിലൊക്കെ എന്താണോ നാണക്കേട്? എന്റെ പൊന്ന് സച്ചേട്ടാ, ഞങ്ങള് പെണ്ണുങ്ങൾക്ക് ഇതൊന്നും ഓർത്തു വെക്കാൻ ഈ ചാർട്ടിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. എടോ, എന്നാലും നമ്മുടെ കാര്യം അങ്ങനെയല്ലല്ലോ. ഇതൊരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമാണെന്ന് വിചാരിച്ചാൽ മതി. ഈ സച്ചേന്റെ ഒരു കാര്യം. അതെ, ഞാൻ അങ്ങ് താഴേക്ക് ചെല്ലട്ടെ. അച്ഛന് അത്താഴം കഴിക്കാറായി കാണും. സച്ചേട്ടനും വാ, കഴിക്കാം. താൻ ചെല്ലേ, ഞാൻ വന്നേക്കാം. അയ്യോ, താൻ എന്താ ഈ കാണിക്കുന്നേ? ആര് പറഞ്ഞു തന്നോട് ഈ മുറി തൂക്കാൻ? ഇങ്ങ് തന്നെ, ഞാൻ തൂത്തോളാം. താൻ അവിടെ പോയിരിക്കും. എന്റെ പൊന്നു ധനുഷേ, എന്തിനാ ഇങ്ങനെ വെപ്രാളപ്പെടുന്നേ? പ്രഗ്നൻസി ഒരു രോഗമൊന്നും അല്ല. ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടും എനിക്കിപ്പോ ഇല്ല. അതൊക്കെ ശരി തന്നെ. പക്ഷെ അനാവശ്യമായിട്ട് കുനിയുകയോ ഭാരം തൂക്കി എടുക്കുകയോ ഒന്നും ചെയ്യരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞിട്ടുള്ളേ? ആ, ഡോക്ടർമാരങ്ങനെ പലതും പറയും. പക്ഷെ ഇതുപോലുള്ള ചെറിയ ചെറിയ ജോലികൾ ചെയ്തത് കൊണ്ടേ ഒരു കുഴപ്പമില്ല. എന്റെ പൊന്നു മോളെ, തൽക്കാലം അതൊന്നും വേണ്ട. ഇതൊക്കെ ഞാൻ ചെയ്തോളാം. ഇയാളുടെ വെപ്രാളം കണ്ടാലേ ലോകത്തെ ആദ്യമായിട്ട് ഗർഭിണിയാവുന്നത് ഇയാളുടെ ഭാര്യയാണെന്ന് തോന്നുമല്ലോ. ലോകത്ത് ആദ്യമായിട്ട് ഗർഭിണിയായത് എന്റെ ഭാര്യയൊന്നുമല്ല. പക്ഷേ എന്റെ ഭാര്യ ഗർഭിണിയായത് ഇതാദ്യായിട്ടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.